So
ഇരുന്നരുളും ദേവാലയങ്ങളുടെ ദാതാ തിരുരാജ്യം വന്നിടണമേ ഈ ഉലകിൽ പ്രകാശിപ്പിക്കണമേ. മരിച്ചവരുടെ ദിവസത്തിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ കർത്തത്തിന്റെ ഉദയത്താൽ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. ഞങ്ങളുടെ ജീവന്റെ പ്രത്യാശയും ഞങ്ങളെ ആത്മാക്കളെ രക്ഷിതാവുമായി ഞങ്ങൾ കർത്താവുമായി നിന്റെ കൃപയുടെ സഹായങ്ങൾ കൊണ്ട് ഞങ്ങളെ തുണയ്ക്കുകയും ചെയ്യണമേ. ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബോധപ്രകാരം എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിന്റെ സ്വഭാവങ്ങൾ എന്റെ മേൽ തളിക്കണമേ. ഞാൻ നിർമ്മലനാകും, അതിനാൽ എന്നെ നീ വെളുപ്പിക്കണമേ. കുറച്ച് മഞ്ഞിനേക്കാൾ ഞാൻ വെണ്ണയുള്ളവനാകും. നിർമ്മലമായ ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്റെ ഉള്ളിൽ പുതുക്കണമേ. രക്ഷയുമാനന്ദോ എനിക്ക് തിരിച്ചു തരണമേ. മഹത്വമുള്ള നിന്റെ റൂഹായെ എന്നെ താങ്ങുമാറാക്കണമേ. സർവശക്തനും മഹാകാരുണ്യവാനുമായ പിതാവേ, ഞങ്ങൾ കാണാതെ പോയ ആടുകളെ പോലെ നിന്റെ വഴികളിൽ നിന്ന് തെറ്റിച്ചിതറിപ്പോയിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങളുടെ വിചാരങ്ങളെയും മോഹങ്ങളെയും ഞങ്ങൾ കുറ്റമനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ നിന്റെ വിശുദ്ധ കൽപ്പനകളെ ലംഘിച്ചിരിക്കുന്നു. ഞങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാതെ ചെയ്തതാർത്ഥവ ചെയ്തിരിക്കുന്നു. എങ്കിലും കർത്താവേ, അരിഷ്ടഭാഗ്യങ്ങളും കുറ്റക്കാരുമായി ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ദൈവമേ, ഞങ്ങളുടെ പിഴവുകളിലേക്ക് പറയുന്നവരോട് ക്ഷമിക്കുന്നുവല്ലോ. ഞങ്ങളുടെ കർത്താവേ, കർത്താവായ യേശുമിശിഹാ മൂലം മനുഷ്യവർഗത്തോട് അറിയിച്ചിരിക്കുന്നവർക്കാരും ഞങ്ങളെ വീണ്ടും കൈക്കൊള്ളണമേ. പരിശുദ്ധനായി ഞങ്ങളിന്മേൽ ദൈവഭക്തിയോടും നീതിയോടും സുബോധത്തോടും കഴിയേണ്ടതിന് പാപികളോട് തന്നെയുള്ളവനായ ദൈവമേ, നിന്യായ വിധിയിൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ ഭക്തവാത്സല്യ ആദിത്യ നിമിത്തം ഞങ്ങളെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. കരുണയുള്ളവനെ, ഞങ്ങളുടെ വാദങ്ങളിൽ മുട്ടുന്നു. നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങളെ ആജ്ഞകൾ നൽകണമേ. കുറ്റം ചെയ്തു പോയ സങ്കടത്തോടെ പ്രാർത്ഥിച്ചാൽ
അവർക്ക് നീ അനുഗ്രഹം നൽകുന്നവനാകയാൽ കരുണപൂർണ്ണനായ യേശുമിശിഹായേ, ഞങ്ങൾക്കും അനുഗ്രഹങ്ങളുടെ വാതിൽ തുറന്നു തരണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിളിപ്പീൻ, ഞാൻ ഉത്തരം പറയുമെന്ന്; മുട്ടുവീൻ, ഞാൻ തുറക്കുമെന്ന്; ചോദിപ്പീൻ, ഞാൻ തരുമെന്ന് അരുളി ചെയ്തവന് സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ ദേഹി കർത്താവിനെ പുകഴ്ത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തിൽ സന്തോഷിച്ചു. ശക്തനായ ഒരു വലിയ കാര്യങ്ങളെങ്കിൽ പ്രവർത്തിച്ചു. അവന്റെ നാമം പരിശുദ്ധമാക്കുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി ഹൃദയവിചാരത്തിൽ അഹങ്കാരികളെ ചിതറിച്ചു. വിശപ്പുള്ളവരെ നന്മകൾ കൊണ്ട് സമ്പൂർണ്ണരാക്കി ധനവാന്മാരെ വെറുതെ അയച്ചു. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ കർത്താവിന്റെ തിരുനാമം വലിയതാകുന്നു. ഉന്നതങ്ങളിൽ വസിക്കുകയും അഗാധത്തിൽ നോക്കിക്കാണുകയും ചെയ്യുന്ന ദൈവമായ കർത്താവിനെ പോലെ സ്വർഗത്തിലും ഭൂമിയിലും ആരുള്ളൂ. ഭവനത്തിൽ വന്ധ്യായവളെ മക്കളുടെ മാതാവായ സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. സ്തുതിക്കപ്പെട്ടവരും സ്വയംഭൂവായവരും ആദിയും അന്ത്യവും ഇല്ലാത്തവരുമായ ദൈവത്തെ ഞങ്ങളും സ്തുതിക്കുന്നു. സ്തുതി ഗീതം പേജ് നമ്പർ 19. പാപികളും ബലഹീനരുമാർ അടിയാരിതാ എല്ലായ്പ്പോഴും ഉന്നതനാം ദേവാ ഞങ്ങളുടെ പിതാക്കന്മാർ ദൈവമായ സർവശക്തിയുള്ള
എല്ലാ കാലവും എല്ലാ സമയവും ഞങ്ങളുടെ ആയുസ്സിൻ നാളൊക്കെയും നിന്നെ ഞങ്ങൾ വാഴ്ത്തുകയും എന്നേക്കും വാഴ്ത്തപ്പെട്ടതും നിത്യത്വമുള്ളതും ആയ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവേ, നീ വാഴ്ത്തപ്പെട്ടവനാകുന്നു. തിരുനാമം സ്തുതിക്കപ്പെടുന്നതും എന്നേക്കും സ്തുതികളാൽ പ്രബലപ്പെടുന്നതുമാകുന്നു. സകലത്തിന്റെയും ദൈവവും സത്യത്തിന്റെ പിതാവുമായവനെ, ഏകപുത്രനോടും ജീവനുള്ള വിശുദ്ധരുമായും കൂടെ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. സ്തുതി നിനക്ക് ചേർച്ചയാകുന്നു. സർവകാലവും പോഴ്ച നിനക്ക് ന്യായവുമാകുന്നു. അനുഗ്രഹമാതൃ ഞങ്ങൾക്കെതിരായൊരു നാളും അടച്ചിടരുതേ. ഞങ്ങൾ പാപികളെ തീരുന്നു. നിന്നനുഗ്രഹങ്ങൾ ചൊരിഞ്ഞിടണമേ. മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോവാൻ സ്നേഹം നിന്നെ ഇറക്കി കൊണ്ടുവന്നു. കർത്താവേ, അനുഗ്രഹങ്ങളുടെ മേൽ പൊഴിയണമേ എന്നു എന്നേക്കും. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇപ്പം 1-2 പാഠങ്ങൾ വായിക്കാവുന്നതാണ്. പാഠങ്ങളിലെ ക്രിസ്തുഗീതം 179.